ഇന്ന് ഞാൻ മലയാളത്തിൽ ഒന്നാമത്തെ പത്രം നോക്കി. അപ്പോൾ അതിലൊരു കൗതുകകരമായ വാർത്തയുണ്ട്. അത് ആദ്യ വർഷം തന്നെ സംരംഭക വർഷത്തിൽ 25% പൂട്ടി എന്നുള്ളതാണ് വലിയ ആഘോഷിക്കുന്ന വാർത്ത. ഒരു പക്ഷെ ലോകത്ത് ഒരിടത്തും ഒരു പത്രവും ഒരു മാധ്യമവും അവരവരുടെ നാട്ടിൽ എത്ര വ്യവസായം പൂട്ടി എന്ന് വിവരാകാശം അന്വേഷിച്ച് നടക്കുന്ന ഒരു അനുഭവമേ ഉണ്ടാവില്ല. എത്ര തുറന്നു നമ്മുടെ നാട്ടിൽ എന്ന് മാത്രമായിരിക്കും സാധാരണ മാധ്യമങ്ങൾ അന്വേഷിക്കാറുള്ളത്. അതിൽ തന്നെ യഥാർത്ഥത്തിൽ ആദ്യ വർഷം 25 തെറ്റാണ്. അതിൽ തന്നെ എഴുതുന്നുണ്ട് ആദ്യ വർഷം 30 ശരാശരി 30% മോർട്ടാലിറ്റി റേറ്റ് എന്നുള്ളത്. കേരളം 25 നിർത്തി. കേരളം 25 എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് 2 വർഷത്തെ വാർത്തയും തെറ്റാണ്. അതിലേറ്റവും കൗതുകകരം അവസാനത്തൊരു വാചകമുണ്ട്. ഈ സംരംഭക വർഷത്തിന്റെ ഭാഗമായി 3,47,000 സംരംഭങ്ങൾ ഇത്ര ഇത് എന്നാണ് വ്യവസായ വകുപ്പ് അവകാശപ്പെടുന്നത്. അത് അവകാശപ്പെടലാണ്, മറ്റത് ആധികാരിക പ്രഖ്യാപനമാണ്. 2 വ്യവസായ വകുപ്പിന്റെ വാർത്തയാണ്. അടച്ചുപൂട്ടി എന്നുള്ളത് ആധികാരികമാണ്. അത് 1 വർഷം പൂട്ടി എന്നുള്ളത് 2 വർഷം ശതമാനം 1 വർഷമാക്കി തെറ്റായത് ആധികാരികമായിട്ട് ഉറപ്പിച്ച് അവതരിപ്പിക്കുന്നുണ്ട്. എന്നാൽ മറ്റത് അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അവരുടെ 82 വർഷത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിൽ നിന്ന് ഒരു പ്രൊജക്ട് നോവൽ ഇന്നോവേഷൻ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷനായി തിരഞ്ഞെടുത്തു. അത് നമ്മുടെ ഈ ഇയർ ഓഫ് എന്റർപ്രൈസസ് ആണ്. IIM ഇൻഡോർ അതിനെ സംബന്ധിച്ച് വിശദമായ സ്റ്റഡി നടത്തി. ഇപ്പോൾ 2025 മാർച്ച് 28-29 152 രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ പങ്കെടുക്കുന്ന കോൺഫറൻസിൽ ഈ ഇയർ ഓഫ് എന്റർപ്രൈസസ് അവതരിപ്പിക്കാൻ നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിരിക്കുകയാണ്. സാധാരണഗതിയിൽ XOY ആകട്ടെ അമേരിക്കൻ പ്രസിഡന്റാണ് ആ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യാറുള്ളത്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ബെസ്റ്റ് പ്രാക്ടീസ് ഇൻ MSME സെക്ടർ എന്ന് അംഗീകാരം നമുക്ക് നൽകി. എന്നിട്ടും മലയാളത്തിന്റെ ഒന്നാമത്തെ പത്രത്തിന് അത് വ്യവസായ വകുപ്പിന്റെ അവകാശവാദം മാത്രമാണ്. അപ്പൊ അമേരിക്കൻ സൊസൈറ്റി അംഗീകരിച്ചാലും ഇന്ത്യൻ പ്രധാനമന്ത്രി അംഗീകരിച്ചാലും നമ്മുടെ നാട്ടിൽ ഒരിക്കലും വ്യവസായം ഉണ്ടാകരുതേ എന്ന് ചിന്തിക്കുന്ന മാധ്യമങ്ങളുള്ള ഒരു നാട്ടിൽ എങ്ങനെ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്നായി ഞാൻ കാണുന്നത്.